ഹായ് നമസ്കാരം. സോ ഹായ് ഫ്രണ്ട്സ്, 3 സിനിമകളെക്കുറിച്ച് എന്താണ് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതിൽ എനിക്ക് ഏറ്റവും അതിശയം തോന്നിയ മലയാള സിനിമയിൽ കുറേ നാൾ നമ്മളെ ചിരിപ്പിച്ച കുറേ നാളല്ല ഒരു 10-30 വർഷം ഇനിയും ആ സിനിമകൾ തന്നെ നമുക്ക് വീണ്ടും കാണാം. അധികം ബിൽഡപ്പ് കൊടുക്കുന്നില്ല. ജഗതി ചേട്ടൻ, നമ്മുടെ അമ്പിളിച്ചേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു കിടിലൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത. അപ്പം എനിക്കിപ്പോഴും മനസ്സിലാവുന്നൊരു കാര്യം, നമ്മുടെ CBI ഡയറി കുറിപ്പിൽ അവസാനത്തെ വേർഷനകത്ത് അദ്ദേഹം ഉണ്ട്, പക്ഷെ അദ്ദേഹം ഒന്നും പറയുന്നില്ല, ആകെ ഒരു പേര് മാത്രം പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് പ്രസന്റ് ചെയ്തത് അത് അടിപൊളിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും സംസാരമോ ഡയലോഗ്സ് ഒക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതായിരുന്നു ഒരു പ്രൊമോഷൻ കേട്ടോ, നമ്മുടെ സാമി എടുത്ത പ്രൊമോഷൻ ഒന്നതായിരുന്നു. അമ്പിളിച്ചേട്ടൻ്റെ ആ ഒരു നോട്ടത്തിൽ തന്നെ കംപ്ലീറ്റ് കിട്ടി. സിനിമയുടെ പേരെന്തായിരുന്നു? CBI 5. അതല്ല, ജഗതിയുടെ വല, അത് പറഞ്ഞില്ല. വല. അരുൺ ചന്തു ആണ് അതിന്റെ ഡയറക്ടർ. അരുൺ ചന്തുവിന്റെ മുമ്പത്തെ സിനിമ ഓർമ്മയുണ്ട? അതായത് നമ്മുടെ ഒരു സയൻസ് ഫിക്ഷൻ മൂവി ഇറങ്ങിയായിരുന്നു ഇതിന്റെ. നമ്മുടെ ഗണേഷ് കുമാറും നമ്മുടെ സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിൻ്റെ മോനും ഗോകുൽ സുരേഷും കൂടെ എന്താ പറയുക, ഗഗനാചാരി ഡയറക്ടറാണ് ഈ അരുൺ ചന്തു. അപ്പോൾ ഇതും ഒരു സയൻസ് ഫിക്ഷനാണ്. ആ ഈ ഒരു പോസ്റ്ററിൽ അല്ല, ഇതും സയൻസ് ഫിക്ഷൻ മൂവിയാണ്. അല്ല, നല്ല ലുക്കില്ല. കാരണം ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ കഥാപാത്രത്തിൻ്റെ പേരെന്നറിയോ? അമ്പിളി തന്നെയാണ്. ഡോക്ടർ അമ്പിളി. അപ്പം അദ്ദേഹം ഒരു സയൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ ഒരുപക്ഷെ സോംബി ബേസ്ഡ് മൂവിയാണ്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ചൈനയെ കണ്ടിട്ടുണ്ട്, കൊറിയൻ മൂവീസ് കണ്ടിട്ടുണ്ട്, വൈറസ് എല്ലാം വന്ന്. അപ്പൊ ആ ഒരു സിനിമ തമിഴിലൊരു സിനിമ വന്നിട്ടുണ്ട്, ജയൻ രവിന്റെ വന്നിട്ടുണ്ട്. ഈ സിനിമയൊക്കെ മലയാളത്തിൽ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ചെറിയ ആനിമേഷൻ ഒന്നും പോരാ, ചെറിയ CG വർക്കും പോരാ, നല്ല പണിയെടുക്കണം. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം, ആ ഒരു സമയത്താണ് ഇറക്കിയത്. എല്ലാമായിട്ടുള്ള ഹാസ്യ സാമ്രാട്ടാണ് നമ്മുടെ ജയചേട്ടൻ. അപ്പൊ എനിക്കൊന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് അദ്ദേഹത്തിനെ സംസാരിപ്പിക്കുകയായിരിക്കും കേട്ടോ. തിരിച്ചു വരിക എന്നുള്ളത് അതെല്ലാവരും ആഗ്രഹിക്കുന്ന. ഉറപ്പായിട്ടും. ഇനി മറ്റൊരു സിനിമ എന്ന് പറഞ്ഞാൽ 2024 ഒരൊറ്റ സിനിമ പോലും വിജയിക്കാത്ത ജനപ്രിയ നായകനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ സിനിമ ബബ്ബബ്ബ എന്ന് വേണേ പറയാം അല്ലേ? എന്താ ബബ്ബബ്ബ? എന്താ ഭയം ഭക്തി ബഹുമാനോ അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞേ? ഭയം ഭക്തി ബഹുമാനം, അങ്ങനെ സംതിങ് ആണ് അത്. ഈ പടം എനിക്കത് 1 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു വീഡിയോയിൽ പറഞ്ഞ് ടൈറ്റിൽ പോസ്റ്റർ ഇറങ്ങി. അതിനകത്തൊരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇതിനകത്ത് വിനീത് ശ്രീനിവാസനുണ്ട്, അതായത് നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ, രണ്ടുപേരുണ്ട്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് ഒരാളും കൂടെ ഉണ്ട്, ലാലേട്ടനുണ്ട്. അത് ലാലേട്ടന് ക്യാമിയോ ആണോ അത് എങ്ങനെയാണെന്ന് അറിയാം. ദിലീപേട്ടന്റെ വായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മേ ബി, കാരണം എന്താ ലാലേട്ടനും കൂടെ വരുമ്പോ ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇതിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ചെയ്തിരിക്കുന്നത് ഫഹീം സഫറും നൂറിൻ ഷെരീഫും ചേർന്നിട്ടാണ്. പിന്നെ ധനഞ്ജയ് ശങ്കറിന്റെ മുമ്പത്തെ സിനിമ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, പക്ഷെ അദ്ദേഹം ഹൃദയം സിനിമയുടെ, വിനീത് ശ്രീനിവാസന്റെ ഹൃദയം സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, അതറിയാം. അപ്പൊ ഇദ്ദേഹത്തെ ആദ്യത്തെ സിനിമ ആയിരിക്കാം. നമ്മുടെ ഗോകുലം ഗോപാലനാണ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സിനിമ മൊത്തത്തിൽ അദ്ദേഹമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിന് മുമ്പിറങ്ങിയ എനിക്ക് തങ്കമണിയും ഗോകുലം, ദിലീപയുടെ തങ്കമണിയും ഇദ്ദേഹം തന്നെയായിരുന്നു. നഷ്ടം വന്നോ? അത് പൈസ പോയി. അപ്പൊ ഇത് തിരിച്ചു പിടിക്കാം എന്നുള്ളതായിരിക്കും. എന്തായാലും 2025 ഇറങ്ങാൻ പോകുന്ന ഈ ഒരു സിനിമ. ദിലീപേടൻ പൂത്തിരിയിലൊക്കെ സിഗരറ്റ് വലിക്കുന്നുണ്ട്. അവസാനം നമ്മൾ ഡയലോഗ് പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് നമുക്ക് എന്താണെങ്കിലും ദിലീപ് പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് വന്നിട്ടുണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കാണാം. കാരണം അത് അനാഥാണ് ഈ ലാലേട്ടനെ കുറിച്ച് പരാമർശിക്കുന്നത് കേട്ടോ. അപ്പൊ അതെന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രാന്തം പടം. ഇത്
ഓക്കെ, അപ്പൊ ഇത് ബാന്ദ്ര സിനിമയുടെ പ്രൊമോഷന്റെ സമയത്താണ് ഈ ബബ്ബ സിനിമ അദ്ദേഹം കുറിച്ച് പറയുന്നത്. ആ സമയം ഇടയ്ക്ക് ഒരു ഗ്ലിംസ് ആയിട്ട് വന്നതാണ്. അതെ, അപ്പൊ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയായിരുന്നു ബബ്ബയുടെ. അപ്പം 2025 ജനപ്രിയ നായകൻ വിജയം ആവർത്തിക്കാം. ദിലീപേട്ടനെ നമ്മൾ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മാസ്, പിന്നെ CID മൂസയുടെ സെക്കൻഡ് വരുന്നൊക്കെ പറയുന്നു. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നല്ലൊരു സിനിമയാണ്, അതിന് സെക്കൻഡ് ഇറക്കി നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം. അതിന്റെ ആവശ്യം സിനിമയിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മമ്മൂക്കാട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഡൊമിനിക് എന്ത് ജോണറാ പറഞ്ഞു? ഡൊമിനിക് ഈ ഡൊമിനിക്കില് മമ്മൂക്കാടെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഈ ഡിക്റ്റേറ്റീവിന്റെ റോളാണ്. നാളെയാണോ അതിന്റെ ട്രെയിലർ? നാളെ 6 മണിക്ക് അതിന്റെ ട്രെയിലർ ഇറങ്ങും. നമുക്ക് ലൈവായിട്ട് ട്രെയിലർ കാണാം. അപ്പൊ നമുക്ക് ട്രെയിലർ ലൈവായിട്ട് കാണുകയും ചെയ്യാം, നമ്മുടെ അഭിപ്രായം പറയാം. ബസൂക്കയുടെ ട്രെയിലർ കാണുമെന്ന് ഗൗതം വാസുദേവൻ മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ്. അതൊരു ഹൈലൈറ്റ്. അതോടൊപ്പം തന്നെ ഗോകുൽ സുരേഷും മമ്മൂക്കായിട്ട് നല്ല കോമ്പിനേഷനിൽ എത്തുന്ന ഒരു സിനിമ കൂടിയാണ്. അതിന് ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടീസർ അത്യാവശ്യം ഒന്നും പിടികിട്ടാത്ത രീതിയിൽ ഒരു നോർമൽ ടീസർ ആയിരുന്നു. കോമഡി ജോണറിലായിരുന്നു അതിനകത്ത് ആ ടീസറിനകത്ത് വന്നത്. കോമഡിയും ഈ പറഞ്ഞ കണക്ക് എല്ലാം കൂടെ ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയിട്ടായിരിക്കാം വരുന്നത്. എന്തായാലും ട്രെയിലർ ആണ്. അപ്പൊ കൃത്യം 6 മണിക്ക് നാളെ ട്രെയിലർ ഉണ്ട്. അപ്പൊ ട്രെയിലർ റിയാക്ഷനായിട്ട് നമ്മൾ വരും. അപ്പൊ ഈ 3 സിനിമയുടെ അപ്ഡേഷനാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ജഗതി ചേട്ടന്റെ തിരിച്ചുവരവ് മലയാളികൾ ആഗ്രഹിക്കുന്നു. ജഗതിയാണ് തിരിച്ചുവരവ്, ദിലീപേട്ട തിരിച്ചുവരവ്, നമുക്ക് 2024 ഹിറ്റ് വീണ്ടും 25 ആവർത്തിക്കുമോ? ഇതൊക്കെയാണ് ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.